എണ്ണയില്ലാത്ത നല്ല സോഫ്റ്റ് ചപ്പാത്തിയും കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും വെച്ച് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മസാലക്കറിയുമാണ്. കുക്കർ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു 2 സവോള അരിഞ്ഞതും 2 പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി നേരമൊന്നും വഴറ്റണ്ട, ഒരു കുറച്ചൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 1.25 സ്പൂൺ മല്ലിപ്പൊടി, രണ്ട് സ്പൂൺ മുളക് പൊടി. പൊടികളുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ചെറിയ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തില്ലായിരുന്നു, അതുകൊണ്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണേൽ വഴറ്റിയെടുക്കാനായിട്ട്. ഇതിവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് അരിയുമ്പോൾ കുറച്ച് വലുതായിട്ട് അരിഞ്ഞെടുക്കണേ. കോളിഫ്ലവർ നമ്മൾ വെള്ളത്തിനകത്ത് കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് വേണം, ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേണേ അടത്തിയെടുക്കാനായിട്ട്. പാകത്തിന് ഉപ്പ്. കോളിഫ്ലവർ നമ്മൾ ഒരിക്കലും ചൂടുവെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കരുത് കേട്ടോ. ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്ത് വരത്തില്ല, അതിനകത്തിരുന്ന് തന്നെ അത് മരിച്ചു പോകും. അതുകൊണ്ട് കോളിഫ്ലവർ തണുത്ത വെള്ളത്തിനകത്ത് ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം വേണം നമ്മൾ കറി വയ്ക്കാനായിട്ട്. പാകത്തിന് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. ഒത്തിരി വെള്ളമില്ല, ഒത്തിരി ചാറായിട്ട് എടുക്കുന്നില്ല, ചപ്പാത്തിക്ക് വേണ്ടി, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിലടിച്ചാൽ മതി. കൂടുതൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ണമൊക്കെ കലങ്ങിപ്പോവും. ഒരു വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫാക്കിയായിരുന്നു. തുറന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് എല്ലാം ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി. ഈ ഗരം മസാലയൊക്കെ ആദ്യം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ നഷ്ടപ്പെട്ടു പോകേണ്ട, അവസാനം ചേർത്താൽ മതിയേ. ഇനി മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ടാക്കണുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഓൾ എന്ന ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ മല്ലിയില ഇട്ടതിന് ശേഷം ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം സ്റ്റൗ ഓഫ് ചെയ്യാവുള്ളൂ. ഇതധികം ഗ്രേവി ഇല്ലാത്തൊരു ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ അതനുസരിച്ച് വെള്ളം കുറച്ച് മസാലയും കൂടി കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണേ. പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഇതിനകത്തേക്ക് പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. 2 സൈഡും ചൂടായി വരുമ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ തീ കുറച്ച് വേണം വയ്ക്കാനായിട്ട്. 2 സൈഡും ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നേരെ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് സ്റ്റൗവിലേക്ക് നേരിട്ട് വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ നിന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ആട്ടയ്ക്കകത്ത് ഉപ്പ് മാത്രമേ ഇട്ട് കുഴച്ചിട്ടുള്ളൂ. ഉപ്പും വെള്ളവും കൂടി ചേർത്ത് കുഴച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും നന്നായിട്ട്
കുഴച്ചതിന് ശേഷമാണ് പരത്തിയെടുത്തത്. അല്ലാതെ എണ്ണയൊന്നും ഒഴിച്ച് നമ്മൾ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ തീയുടെ പുറത്ത് വയ്ക്കാതെ ഇങ്ങനെയും ചെയ്തെടുക്കാവേ. ഇത് രണ്ട് സൈഡൊന്ന് മറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് സമയം ഒന്ന് തീ കൂട്ടി വെച്ചതിന് ശേഷം ഇങ്ങനെ രണ്ട് സൈഡും ഒന്ന് തവി വെച്ചൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, തിരിച്ച് മറിച്ചൊക്കെ ഇട്ട്. ഇത് നമുക്ക് ഇങ്ങനെ രണ്ട് രീതിയിലും ചെയ്തെടുക്കാം. ഈ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ടിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യണേ. ഇപ്പോൾ 2000 സബ്സ്ക്രൈബറോട് അടുക്കാറായിട്ടുണ്ട്. 1753 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. വീഡിയോ കണ്ടവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും നന്ദി. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ.